ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നൂസ് ജേർണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫ്ലാമിംഗോ ലേക്കിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയിരുന്നത് അൽകുദ്ര ലേക്കിലേക്കാണ്. ഫ്ലാമിംഗോ ലേക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം അല്ലേ. അപ്പോൾ വാ, നിങ്ങളെ കൂടെ കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ഫ്ലാമിംഗോ ലേക്കിലെത്തി. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഫ്ലാമിംഗോ ലേക്കിലേക്ക് വന്നു കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഫ്ലാമിംഗോ ലേക്കാണ്, ലവ് ലേക്ക്. നമ്മൾ ലവ് ലേക്ക് ഇവിടെ 3 ലേക്സ് ഉണ്ട്: ലവ് ലേക്ക്, അൽകുദ്ര ലേക്ക്, ഫ്ലാമിംഗോ ലേക്ക്. നമ്മളിപ്പോൾ അൽകുദ്രയിൽ പോയി, ഇപ്പോൾ ഫ്ലാമിംഗോ ലേക്കാണ്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രശ്നം എന്നല്ല, ഇവിടെ ഡക്കും മറ്റേ ഗൂസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി കൂടുതൽ വലിയ ലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഫ്ലാമിംഗോയാണ്. നിങ്ങൾ ഈ ഒരു പാട്ടില്ലേ, നമ്മുടെ സലാല മൊബൈൽസ് മൂവിയിലുള്ള സോങ്ങാന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഈരൻ കാറ്റിൻ ഈണം പോലെ തോരാമഞ്ഞിൻ തോവൽ പോലെ, ആ പാട്ടിൻ്റെ വീഡിയോ എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതുമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഗൂസ് ഉണ്ട് കേട്ടോ, ഗൂസും ഡക്കും ഉണ്ട്. പക്ഷെ നമ്മൾ നിന്ന സ്ഥലത്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. ആ സ്ഥലത്തിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. അതിൻ്റെ കൂടെ ഡെസേർട്ടും. ആർട്ടിഫിഷ്യൽ ലേക്സ് ആണ്, പക്ഷെ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പും അവിടെ ഡെസേർട്ടും കാണാം. എല്ലാം കൂടെ ഉള്ള ഒരു പ്ലേസ് ആട്ടോ. ഇത്രയും ഭംഗിയായിട്ടുണ്ട്. പൊന്നൂസ്. അതുപോലെ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റിയ വേറൊരു പ്ലേസാണ് ഇവിടെയുണ്ട്, ഫ്ലാമിംഗോയിലും ഉണ്ട്. ആണോടാ, മീൻ ചത്ത എടുക്കുന്നോ? ചോറ് വെള്ളത്തിൽ വീഴും. ഈ മരത്തിൽ ഇത് മൊത്തം കിളികളുടെ ശബ്ദം കേൾക്കാം. ഇതിനകത്ത് കുറേ കൂടുണ്ടാവും കിളിയുടെ. എന്ത് രസമാണ്. എനിക്ക് പല വട്ടം ഞാൻ പറഞ്ഞു നല്ല രസമാണെന്ന്. അതുപോലെ തന്നെ അത്രയ്ക്കും രസം കേട്ടോ. നല്ല തണുപ്പ്. ഇവിടെ നല്ല ചൂട് തുടങ്ങിയായിരുന്നു, പക്ഷെ ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല തണുപ്പാണ്. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പം പറയണ്ട, അത്രയ്ക്കും തണുപ്പാണ്. നല്ല തണുത്ത കാറ്റാണ്. കൂടുതൽ ആളുകളും ഞാൻ കണ്ടത് അൽകുദ്ര ലേക്കിലായിരുന്നു. പക്ഷെ ഇവിടെ ഇത്രയും ആളുകൾ വന്നിട്ടില്ലെങ്കിലും കൂടുതൽ ഭംഗി ഇവിടെയാണ്. പൊന്നൂസിന്റെ ഓട്ടം. എന്നെ വിളിക്കുന്നു. ഇത് ഐലൻഡ് പോലെ കുറച്ച് പാർട്ടുണ്ട് കേട്ടോ.
നമ്മൾ റോഡിൽ നിന്ന് വന്ന സ്ഥലം തൊട്ട് ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെ കമ്പല്ല മരം മുറിച്ചിങ്ങനെ ഇട്ട് സിറ്റിംഗ് ബെഞ്ച് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറായിരിക്കും. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ ആളുകൾ. ടെൻറ്റൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. ആളുകൾ ഒരുപാട് പേരെ ഞാൻ സ്റ്റേ ചെയ്ത കണ്ടു. ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ നമുക്ക് ഇവിടെ വന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തോടെ സ്റ്റേ ചെയ്യാം. നല്ല രസമായിരിക്കും. നല്ല തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. പിന്നെ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞിരുന്നു മുമ്പേരും എനിക്ക് അപ്പറയുന്ന ഒന്നും കിട്ടിയില്ല എന്നുള്ള ശരിക്കുള്ള അരയണങ്ങൾ ഇവിടെയുണ്ട്. ഇതേ പോകുന്നു. അവന്മാരുടെ കൂടെ എത്താൻ എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര സ്പീഡിലാണ് അവന്മാരുടെ പോക്കൂട്ടോ. കണ്ടില്ലേ, നല്ല ഹൈറ്റുള്ള തല, കറക്റ്റ് അരയണങ്ങൾ. ഇതാണ് എനിക്ക് തോന്നുന്നു, ഇതാണ് കറക്റ്റ് അരയണം, ശരിക്കുള്ള അരയണം. മറ്റേതൊക്കെ ഗൂസും താറാവും ആയിരുന്നു. എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. ശരിക്കുള്ള അരയണത്തിനെ കണ്ടപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. വൈറ്റ് അല്ലെന്നേ ഉള്ളൂ. സാധാരണ അരയണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വൈറ്റ് കളറിലാണ് എൻ്റെ അറിവ്. ബ്ലാക്ക് കളറിലുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ നമുക്ക് നല്ല വിശപ്പായപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പെന്ന് പറയാൻ പറ്റില്ല, അത് മൊത്തം കണ്ടെയ്നർ ഷോപ്പുകളാണ്. കുട്ടി കുട്ടി ഷോപ്പുകളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. പല ടൈപ്പ് ഫുഡ് നമുക്ക് കിട്ടുന്ന കണ്ടെയ്നർ ഷോപ്പുകളായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയി നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഷോപ്പുകൾ പല ടൈപ്പ് ഉണ്ടല്ലോ. അവസാനം ബർഗറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പൊന്നൂസ് ഭയങ്കര വെയിറ്റിംഗ് ആണ്. അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസിന് ക്ഷമയില്ലാതെ കിട്ടുന്നവരെ. ഫോർ സ്റ്റാറേ ഉള്ളൂ. നല്ല വിശക്കുന്നു. ഞങ്ങള് നല്ല ടയേർഡായി. വിശന്നിട്ട് അവർ കൊണ്ടുവരുന്നില്ല. അവസാനം ചേട്ടൻ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്, ഹസ്ബൻഡ്. കുട്ടി കാത്തു. യെസ്, നമ്മുടെ ഫുഡ് റെഡി. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ മൂന്നുപേരും നല്ല വിശപ്പായിട്ടിരിക്കും, ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് കഴിക്കട്ടെ. ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ടൈം കാണുന്നവരെ എല്ലാവർക്കും ബൈ.